നിലവിൽ പുറത്തേക്ക് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പ്രകാരം ISLൻ്റെ ഭാവി അല്ലെങ്കിൽ ISL എന്ന് നടക്കുമെന്നൊരു കാര്യം നിലവിൽ ഏകദേശം ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ISL എന്തായാലും ഇനി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉറപ്പായും നടക്കുകയില്ല എന്നൊരു കാര്യം നിലവിൽ ഏകദേശം വ്യക്തമാകുന്നുണ്ട്. ഇനി പിന്നീട് നടക്കുവാനായിട്ടുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ഡിസംബർ മാസമാണ്. സോ ഡിസംബറിൽ നടക്കുമെന്ന് തന്നെയാണ് പല മീഡിയാസും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഡിസംബറിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ജനുവരിയിലാണ് നടക്കേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിട്ടുള്ള അഭി ചാറ്റർജി ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ദിവസം വ്യക്തമാക്കും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നതാണ്. ജനുവരി ആവാതെ ISLൻ്റെ കാര്യത്തിലൊരു വ്യക്തത വരുത്തില്ല എന്നുള്ളത്. സോ അതിനാൽ തന്നെ ISLൻ്റെ കാര്യത്തിലുള്ള താരങ്ങളെ സൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു എന്താ പറയുക അൺസർട്ടനിറ്റി തന്നെ തുടരുകയാണെന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ദിവസം അഭി ചാറ്റർജി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മുൻപോട്ട് വെക്കുന്ന നിർദ്ദേശപ്രകാരം ജനുവരി ആവാതെ ISLൻ്റെ കാര്യത്തിൽ വ്യക്തത വരുത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഡിസംബറിൽ ISL ആരംഭിക്കുമെന്നാണ്. പക്ഷേ നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ISLന് മുൻപായിട്ട് ഈ ഒരു സീസൺ ആരംഭിക്കുക, അതായത് ഇന്ത്യയിലെ ഫുട്ബോൾ സീസൺ ആരംഭിക്കുക സൂപ്പർ കപ്പോട് കൂടിയാണെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണയായി ISLന് ശേഷം നടക്കുന്ന സൂപ്പർ കപ്പ് ഇക്കുറി നേരത്തെ നടക്കുന്നതിനാൽ തന്നെ സൂപ്പർ കപ്പ് എന്ന് നടക്കുമെന്നൊരു ആശങ്ക എല്ലാവർക്കുമുണ്ട്. സോ അത് സെപ്റ്റംബറിലെ സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്കോടെ നടത്തുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്ന പ്രകാരം, അതായത് കേരളമൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഒരു എമർജൻസി മീറ്റിംഗ് AIFF ഉടൻ തന്നെ കണ്ടക്ട് ചെയ്യുമെന്നും അതിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് സൂപ്പർ കപ്പ്, അതായത് സീസൺ സ്റ്റാർട്ടറായിട്ടുള്ള സൂപ്പർ കപ്പ് തുടങ്ങുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നിലവിൽ ഡിസ്കസ് ചെയ്യുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഒരു അസ്യൂംഡ് ഡേറ്റ് ആയിട്ട് AIFF മുൻപോട്ട് അല്ലെങ്കിൽ കേരള പോലത്തുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 16 അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റാണ് കൂടുതലും മുൻപോട്ട് വെക്കുന്നതെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. കാരണം ISL ആരംഭിക്കുന്നത് ഡിസംബറിലാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ISL ഡിസംബർ അതിന് ശേഷമുള്ള മാസങ്ങളിലാണെങ്കിൽ പോലും ആരംഭിക്കുന്നതെങ്കിൽ പോലും ISLന് വേണ്ടിയുള്ള ടെൻഡർ, അതായത് നിലവിൽ ISLൻ്റെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടായിരുന്ന FSTയിൽ പിന്മാറിയ സാഹചര്യത്തിൽ അവർക്ക് പകരമായിട്ട് പുതിയൊരു സ്പോൺസേഴ്സിനെ AIFFനെ ടെൻഡർ വിളിച്ച് എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. സോ ആ ഒരു സാഹചര്യത്തിൽ ഈ FSTലിന് പകരക്കാട്ടുള്ള സ്പോൺസറിനെ ടെൻഡർ വിളിച്ചെടുക്കുന്ന അവസാന തീയതി അത് ഒക്ടോബർ 15 സോ ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടൊരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ ഒക്ടോബർ 15 ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ലഭിക്കുമെന്നൊരു കാര്യം ഏകദേശം ഉറപ്പാണ്. ISLൻ്റെ ഭാവി എന്താവുമെന്ന തരത്തിലുള്ളതൊക്കെ തന്നെ. അങ്ങനെ ഒരു ISLൻ്റെ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടാണ് ഇക്കുറി സൂപ്പർ കപ്പ് നടത്തുന്നത്. സോ അതിനാൽ തന്നെ പല ക്ലബ്ബുകൾക്കും ഈ ഒരു സൂപ്പർ കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. കാരണം പല ക്ലബ്ബുകളും ISLൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടൊരു അവ്യക്തത ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഡ്യൂറൻ കപ്പിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടായിരുന്നത്. അത് പല ക്ലബ്ബുകൾക്കും വലിയ വിമർശനങ്ങളിലേക്ക് അത് ചെന്നെത്തിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലുള്ള ക്ലബ്ബുകൾക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് ട്രോഫിയില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഡ്യൂറൻ കപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇതിനെല്ലാം പുറമെ വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിമർശനം ആരാധകരുടെ ഭാഗത്തുനിന്ന് ഇനിയും കൂടുക തന്നെയായിരിക്കും ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും പല ക്ലബ്ബുകൾക്കും ഫിനാൻഷ്യൽ ട്രബിളൊക്കെ ഉണ്ടെന്നുള്ള സാഹചര്യവും വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ AIFFൻ്റെ മുൻപോട്ട് വെക്കുന്ന നിർദ്ദേശപ്രകാരം ഒന്നെങ്കിൽ ഒക്ടോബറിന് ശേഷം, അതായത് ഒക്ടോബർ 16 തൊട്ടായിരിക്കാം സൂപ്പർ കപ്പ് തുടങ്ങുവാനായിട്ടുള്ള സാധ്യത ഉള്ളത്. ഇനി ഒക്ടോബർ 16 അല്ലെങ്കിൽ എന്നായിരിക്കുമെന്നും ആരാധകർക്ക് സംശയമുണ്ട്. മേ ബി ഈ ഒരു സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനം ആവാനും സാധ്യതകളുണ്ട്. പക്ഷേ നിലവിൽ റിപ്പോർട്ട് പുറത്തേക്ക് വന്ന പ്രകാരം ISLൻ്റെ ടെൻഡർ വിളിച്ച് പുതിയ സ്പോൺസേഴ്സിനെ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്തതിനു ശേഷമായിരിക്കും സീസൺ സ്റ്റാർട്ടറായിട്ടുള്ള സൂപ്പർ കപ്പ് ആരംഭിക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനെല്ലാം പുറമെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു വാർത്തയായിരുന്നു, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിനെ കുറിച്ചുള്ളത്. ദ സാങ്ച്വറി എന്ന പേരിട്ടിട്ടുള്ള പുതിയ ട്രെയിനിങ് ഗ്രൗണ്ട് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമായിട്ട് ലഭിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് ഡെവലപ്മെൻറ്റ് ടീമുകളും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനും മാത്രമായിട്ടായിരിക്കും ഈ ഒരു ഗ്രൗണ്ട് യൂസ് ചെയ്യുക. വളരെയധികം ആരാധകർക്ക് സന്തോഷം നൽകിയിട്ടുള്ള കാര്യമാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ സ്വന്തമായിട്ടൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ഇല്ലായിരുന്നു. പലപ്പോഴും പല ചെറിയ ഗ്രൗണ്ടുകളിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ
ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നിലവിൽ സോർട്ട് ഔട്ട് ചെയ്യുവാനായിട്ട് ടീം ശ്രമിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നിലവിൽ ദ സാങ്ച്വറി എന്ന് പേരിട്ടിട്ടുള്ള പുതിയ ട്രെയിനിങ് ഗ്രൗണ്ട് ഓണ ദിനത്തിൽ ആരാധകർക്ക് നൽകിക്കൊണ്ട് ക്ലബിൻ്റെ ഓണേഴ്സ് മുൻപോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇതുപോലുള്ള നല്ല നല്ല തീരുമാനങ്ങൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉടൻ തന്നെ പുറത്തേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനെല്ലാം പുറമെ ISLലും ഉടൻ തന്നെ ഈ നിലവിൽ നിൽക്കുന്ന അൺസർട്ടനിറ്റി ഒക്കെ തന്നെ മാറിക്കൊണ്ട് തുടങ്ങട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.